അതൊരിക്കലും അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. ആ സമയത്തുള്ള പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അത്രത്തോളം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട സമയമാണത്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ല സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് അവൻ ചെയ്യുന്ന ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം. അവന് ചെയ്യുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന സമയം. അവൻ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു ആ ചോദ്യങ്ങൾക്ക് അവൻ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ, അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ, അവന്റെ വിഷമങ്ങൾ പറയുമ്പോ, അവന്റെ സങ്കടങ്ങൾ പറയുമ്പോ, അവന്റെ വേദനകൾ പറയുമ്പോൾ, ആ പറയുന്ന സമയത്ത് അല്ലാഹു തആല അത് കേൾക്കുമെന്നും അല്ലാഹു അതിന് ഉത്തരം നൽകുമെന്നും പറയപ്പെടുന്ന സമയമുണ്ടല്ലോ. ആ സമയം വളരെ വിലപ്പെട്ടതാണ്, വളരെ മൂല്യമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു നോമ്പുകാരൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട്. അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണത്. അവന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കൈയുയർത്തി ദുആ ചെയ്യുമ്പോ ആ ദുആയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്ന സമയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നോമ്പനുഷ്ഠിച്ചവനുണ്ടല്ലോ, നോമ്പുകാരനുണ്ടല്ലോ, നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ. സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നത് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെയാണല്ലോ നോമ്പിന്റെ സമയം. ആ നോമ്പിന്റെ സമയം വരെ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ഖൽബിൽ അല്ലാഹുവിനെ പേടിയുള്ളവരെ. റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക മാത്രമല്ല, ആ നോമ്പിലൂടെ അതിനെ പരിപാലിച്ച് പവിത്രമാക്കി അതിന്റെ പവിത്രത മനസ്സിലാക്കി അതിനെ പരിഗണിക്കുന്നവരാണ് വിജയിക്കുന്നവര്, അതിനെ പരിപാലിക്കുന്നവരാണ് വിജയിക്കുന്നവര്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ആ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മൂല്യമായ സമയമുണ്ടല്ലോ. അവൻ ചെയ്ത ഇബാദത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്നും മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയം മൂല്യമുള്ളതാണ്. ആ സമയം പവിത്രമാണ്. ആ സമയം പരിശുദ്ധമാണ്. ആ സമയത്ത് നിന്റെ വേദനകൾ കൈയുയർത്തി അല്ലാഹുവിനോട് ചോദിച്ചാൽ, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞാൽ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് വിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ആ സമയങ്ങൾ നമ്മൾ വെറുതെ കളയരുത്. ആ സമയങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. ഒരു നോമ്പുകാരൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒരു സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന ആ സമയം. ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ആ ദുആയ്ക്ക് ഉത്തരം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പലരും ഈ സമയത്തിന്റെ മൂല്യത മനസ്സിലാക്കാതെ അതിനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നോമ്പ് തുറക്കുന്ന സമയം പള്ളികളിൽ നോമ്പ് തുറക്കുന്നവരുണ്ട്, വീടുകളിൽ നോമ്പ് തുറക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലി സ്ഥലങ്ങളിൽ നോമ്പ് തുറക്കുന്നവരുണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ്, പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ശരിയാക്കി നോമ്പ് തുറക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? വീട്ടിലിരുന്ന് നോമ്പ് തുറക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരുമിച്ച് കൂടി ഇരുന്ന് ഉമ്മയും മക്കളും ബാപ്പയും ഒക്കെ ഒരുമിച്ചിരുന്ന് ആ നോമ്പ് തുറക്കുന്ന ഒരു 10 മിനിറ്റ്
മുമ്പ് ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് നമ്മൾ പ്രയോജനമെടുത്തോ, ആ നോമ്പ് കൊണ്ട് നമ്മൾ ആ നോമ്പിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസം റഹ്മത്തിന്റെ 10 തീരാൻ പോവുകയാണ്. റഹ്മത്തിന്റെ 10 നമ്മളോട് വിട പറയുകയാണ്. കരഞ്ഞുകൊണ്ട് എത്ര പേര് അള്ളാഹുവിന്റെ അടുക്കൽ റഹ്മത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ അടുക്കൽ എത്ര പേര് റഹ്മത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ കാരുണ്യം എത്ര പേര് ചോദിച്ചിട്ടുണ്ട്. ആ നോമ്പ് തുറക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. ഇതുവരെ നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്, നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല. അത്രത്തോളം വളരെയേറെ പ്രാധാന്യത്തോടെ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന ടൈം പ്രയോറിറ്റി ഉള്ള ടൈമാണ്. നിനക്ക് പ്രയോറിറ്റി ഉണ്ട് ഇവിടെ അള്ളാഹുവിന്റെ അടുക്കൽ. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അവനക്ക് പ്രയോറിറ്റി ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം തരുമാറാകട്ടെ.